ഇവിടെ മുക്കോല ജംഗ്ഷൻ മുതൽ ഇവര് ഈ പറയുന്ന പുലിമുട്ട് ഇറങ്ങുന്നത് വരെ റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. പക്ഷെ അമിതമായ ലോഡ് ഈ ലോറിയിൽ, ടിപ്പർ ലോറിയിൽ ഇതിന്റെ ബോഡി മട്ടമല്ലാതെ കല്ല് കയറ്റി വരാൻ പാടില്ല. അത് ദന്ത ഡോക്ടറായിട്ട് ഇനി 3 മാസമേ ഉള്ളൂ. ഒരു കൊച്ചു ഡോക്ടർ എടുത്ത് പുറത്തു വരാൻ കിംസ് ആശുപത്രിയിൽ പോണ വഴിക്കാണ് 7:30 മണിക്ക് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം, നനച്ചിരിക്കാത്ത സംഭവമാണെങ്കിലും ആ കുട്ടി ഒന്നും അറിഞ്ഞില്ല. സാധാരണ പോകുമ്പോൾ അവൻ്റെ തലയിൽ കൂടെ മറ്റേ ഹെൽമെറ്റ് ഇരുന്നെങ്കിലും അതിൻ്റെ പുറത്ത് വന്ന് വിടുന്നു, നെഞ്ചിൻ്റെ ഭാഗത്തൂടെയാണ് വിടുന്നത്. ഉടൻ തന്നെ ആ കുട്ടി അങ്ങ് സൈഡിലോട്ട് അങ്ങ് തെറിച്ചു വീണു. 2009 എടുത്തു കൊടുത്തതാണ്. വെറും 1 കിലോമീറ്ററാണ് ഇന്ന് വരെ പണി ചെയ്തിട്ടുള്ളത്. ബാക്കി ഇനി ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. ഇത് പണി ചെയ്യാൻ എത്ര വർഷമായി? ബൈപ്പാസിൽ നിന്നും മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന വാഹനം അതുവഴി കണക്ടിവിറ്റി റോഡ് വഴി തുറമുഖത്തേക്ക് കൊണ്ടുപോവുക. സെക്കൻഡ് ഫേസ് ഇനി അത് ആ റോഡ് പൂർത്തിയാക്കിയിട്ടല്ലാതെ മെറ്റീരിയൽസ് കൊണ്ടുവന്നാൽ ഞങ്ങൾ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ അത് ചെറുക്കും. ഇത് മുമ്പ് കല്ല് ഇതേപോലെ വീണ് അപകടമുണ്ടായപ്പോൾ ഞങ്ങൾ ഈ അദാനി പോർട്ടിനകത്തുള്ള ഉദ്യോഗസ്ഥരെ, അതിന്റെ അധികാരികളെ അറിയിച്ചിട്ടുള്ളവരാണ്. പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ ഞാനടക്കം അറിയിച്ചിട്ടുള്ളവരാണ്. അറിയിച്ചിട്ട് അത് അവര് വിലക്കെടുത്തില്ല. മുഖവിലക്കെടുക്കാത്തതിന്റെ കാരണമാണ് ഇന്നലെ ഈ മരണത്തിലൂടെ രക്തസാക്ഷിയായ ആ കുഞ്ഞ്, ഞങ്ങളുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട കുഞ്ഞ്. ഒരു ഡോക്ടറെയാണ് നഷ്ടപ്പെട്ടത് ഈ നാട്ടുകാർക്ക്. തീർച്ചയായിട്ടും ഇതൊരു വൻ പ്രതിഷേധമാണ് നാട്ടുകാർ ഇത്. ഇങ്ങനെ അപകടം ഉണ്ടാകാൻ പാടില്ല. കാരണം ഓവർലോഡായിട്ടാണ് കല്ലിൽ കൊണ്ടുവരുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ തുറമുഖം വന്ന് അത് നാട്ടിന് നല്ലതല്ല, വിദേശികൾക്ക് സൂഹിക്കാനുള്ള ഭാഗ്യം തന്നെ. എന്നാലും പക്ഷേ ഈ പദ്ധതി പ്രദേശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ പിന്നെ കല്ലായാലും അതേപോലെ പുലിമുട്ടായാലും എന്ത് വന്നിരുന്നാലും ജീവനെ, നമ്മുടെ മക്കളെ ജീവനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോവുകയാണ്. ജീവന് വിലയില്ല, വലിച്ചെറിയുകയാണ്. എന്ന് വെച്ചാൽ ഈ ഇവിടെ മുക്കോല ജംഗ്ഷൻ മുതൽ ഈ പറയുന്ന പുലിമുട്ട് ഇറങ്ങുന്നത് വരെ റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. പക്ഷേ അമിതമായ ലോഡ് ഈ ലോറിയിൽ, ടിപ്പർ ലോറിയിൽ ഇതിന്റെ ബോഡി മട്ടമല്ലാതെ കല്ല് കയറ്റി വരാൻ പാടില്ല. ഇവർ തൂക്കം വെയിറ്റ് എടുക്കാൻ വേണ്ടി അവർ വലിയ രീതിയിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തും ചെയ്യാം. ജനങ്ങളെ ജീവന് ബലി കൊടുക്കണം എന്നുള്ളത് മാത്രം. അതേപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രദേശത്ത് നല്ല ചെറുപ്പക്കാരായ ചുണക്കുട്ടനായ പയ്യൻ, അവൻ്റെ ഭാവി എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ള സ്വപ്നമാണ്. അച്ഛനും അമ്മയ്ക്കും ഉള്ള സ്വപ്നമാണ്, മനസ്സിലായില്ലേ? അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം അത് ദന്ത ഡോക്ടറായിട്ട് ഇനി 3 മാസമേ ഉള്ളൂ. ഒരു കൊച്ചു ഡോക്ടർ എടുത്ത് പുറത്തു വരാൻ കിംസ് ആശുപത്രിയിൽ പോണ വഴിക്കാണ് 7:30 മണിക്ക് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം, നനച്ചിരിക്കാത്ത സംഭവമാണെങ്കിലും ആ കുട്ടി ഒന്നും അറിഞ്ഞില്ല. സാധാരണ പോകുമ്പോൾ അവൻ്റെ തലയിൽ കൂടെ മറ്റേ ഹെൽമെറ്റ് ഇരുന്നെങ്കിലും അതിൻ്റെ പുറത്ത് വന്ന് വിടുന്നു, നെഞ്ചിൻ്റെ ഭാഗത്തൂടെയാണ് വിടുന്നത്. ഉടൻ തന്നെ ആ കുട്ടി അങ്ങ് സൈഡിലോട്ട് അങ്ങ് തെറിച്ചു വീണു. പിന്നെ ആൾക്കാർ വന്ന് കൂടിയാണ് പിന്നെ ഉടനെ തന്നെ ആംബുലൻസിൽ ഇവിടെ കൊണ്ടുപോയെങ്കിലും അപ്പോഴേ അവൻ്റെ ചലനം അറ്റിട്ടുണ്ട്. ആ ഒരു ഗതിയിലാണ്. എത്രയായാലും ഒരു പെറ്റ അമ്മയ്ക്കും അച്ഛനും സഹിക്കാൻ ഒക്കില്ല മോനെ, ഏതാവട്ടെ എന്തരാവട്ടെ. പക്ഷെ ഇനി ഒരു ആവർത്തനം ഇത് ഉണ്ടാവാൻ പാടില്ല. അധികാരികൾ കണ്ണ് തുറന്നില്ല എങ്കിൽ കണ്ണ് തുറപ്പിക്കും. ഇത് ഭരണകൂടം, കളക്ടർ, ജില്ലാ കളക്ടറും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ഇവിടുത്തെ അധികാരികൾ, ഈ ഉദ്യോഗസ്ഥന്മാരും ഇതിനൊരു പരിഹാരം എത്രയും വേഗം കണ്ടെത്താത്ത പക്ഷം അതിനെതിരെ എല്ലാ സംഘടനകളും ഇതിന് പ്രതികരിക്കുമെന്നുള്ളത്. ഇതിനു മുമ്പ് ഇവിടെ അപകടം ഉണ്ടായിട്ട് അന്നൊന്നും നാട്ടിലെ പ്രതിഷേധം നടത്തിയില്ലായിരുന്നു. ഇല്ല മോനെ, ഇത്ര കടുപ്പമായിട്ട് നടത്തിയില്ല. ഇത് ഒരുപാട് സ്ഥലത്തൊക്കെ നടക്കണമെങ്കിലും പല സ്ഥലത്തും നടന്നിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് ഈ നാട്ടിൽ സഹിക്കാൻ കൊള്ളാത്ത ഒരു ഇതാണ്. നമ്മുടെ ഒരു കൊച്ചു മോനല്ലേ, അവൻ എന്തെല്ലാം അഭിലാഷം കാണും. അവൻ്റെ അത് ആർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാം. പക്ഷെ ഇത് ഇവർ കാണിച്ച പോരകൃത്യം, റോഡിൽ ശകലം റാക്കുണ്ടായിരുന്നു, വെള്ളത്തിൽ ഇതിൻ്റെ ടയർ ഇറങ്ങി എപ്പോഴും വണ്ടി കുലുങ്ങി തെറിച്ചു വിടുന്നതാണ് ഈ കല്ല്. അപ്പോഴവരത് വളരെ ശ്രദ്ധപൂർവ്വം ഇത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ, നാട്ടുകാർ തന്നെയാണ് പ്രതികരിക്കുന്നത്. അതിനെത്രയും വേഗം അതിനുള്ള നടപടി ഉണ്ടാകണം.
ശക്തമായ പ്രതിഷേധം. ഒരു ഡോക്ടർ എന്ന് മാത്രമല്ല, ഒരു നാട്ടിലെ നമ്മുടെ ഒരു സഹോദരനായാലും നമ്മുടെ നാട്ടിലെ പണി ചെയ്തതില് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഫേസ് ഇത് പൂർത്തിയാവുമ്പോൾ ഈ നാട്ടിലുള്ള നാട്ടുകാർ സഹിച്ചത് വലിയ ത്യാഗങ്ങളാണ്. ഇപ്പോൾ ഇവിടെ മുക്കോല ജംഗ്ഷനിലും മുല്ലൂർ വിഴിഞ്ഞത്തുകൂടെ കാൽനടയായി പോകാൻ പോലും വൃത്തിയില്ലാത്ത രീതിയിലുള്ള തിരക്കാണ്. അതായത് താമസത്തേക്ക് വരുന്ന മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ തിരക്ക്. ഈ ബൈപ്പാസ് റോഡിൽ നിന്നും സർവീസ് റോഡിൽ നിന്നും തിരിഞ്ഞ് മുക്കോല ജംഗ്ഷനിലോട്ട് കയറാൻ വണ്ടി തിരിയാൻ പോലും സൗകര്യമില്ല. ഈ സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യത്തിന് തുറമുഖത്തിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ അടിസ്ഥാന സൗകര്യത്തിന് സ്ഥലം എടുത്തു കൊടുത്തു. ബൈപ്പാസിൽ നിന്ന് കണക്ടിവിറ്റി റോഡിന് 2 കിലോമീറ്റർ 2009 എടുത്തു കൊടുത്തതാണ്. വെറും 1 കിലോമീറ്ററാണ് ഇന്ന് വരെ പണി ചെയ്തിട്ടുള്ളത്. ബാക്കി ഇനി ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. ഇത് പണി ചെയ്യാൻ എത്ര വർഷമായി? ബൈപ്പാസിൽ നിന്നും മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന വാഹനം അതുവഴി കണക്ടിവിറ്റി റോഡ് വഴി തുറമുഖത്തേക്ക് കൊണ്ടുപോവുക. സെക്കൻഡ് ഫേസ് ഇനി അത് ആ റോഡ് പൂർത്തിയാക്കിയിട്ടല്ലാതെ മെറ്റീരിയൽസ് കൊണ്ടുവന്നാൽ ഞങ്ങൾ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ അത് ചെറുക്കും. തുറമുഖം വരുന്നത് ഇത്രയും സഹിച്ച് ഞങ്ങൾക്ക് തുറമുഖം വരുന്നത് നല്ലത് തന്നെ. നാട്ടിലെ നല്ല വികസനം തന്നെ. അതിനെല്ലാം സഹകരിച്ച നാട്ടുകാരോട് ഗവൺമെന്റ് ചെയ്യേണ്ടത് അടിയന്തരമായി അദാനി ഗവൺമെന്റ് ഈ കണക്ടിവിറ്റി റോഡ് പൂർത്തിയാക്കി അതുവഴി വരുക ഗുഡ്സ് വെഹിക്കിൾ 90% അപകടം ഒഴിവാക്കും. സർവീസ് റോഡ് വഴി ഒഴിവാക്കുക. ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതാണ്. ഈ കണക്ടിവിറ്റി റോഡ് റെഡിയായി കൊടുക്കുക. ബൈപ്പാസിൽ നിന്നുള്ള 2 കിലോമീറ്റർ കണക്ടിവിറ്റി റോഡ് അടിയന്തരമായി പണി പൂർത്തിയാക്കി വാഹന സൗകര്യം ഗതാഗത സൗകര്യം 2009 സ്ഥലമെടുത്തതാണ്. വെറും 2 കിലോമീറ്ററേ ഉള്ളൂ. അടിയന്തരമായി അത് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഫേസ് ആരംഭിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്നൊരു പയ്യൻ മരണപ്പെട്ടു, നാളെയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചേക്കാം. അപകടം സംഭവിച്ച ഗുരുതരമായ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാവും. അതിന് മുൻകരുതലെന്ന നിലയിൽ റോഡ് അടിയന്തരമായി ചെയ്യുക. ഒരു വാഹനം പാർക്ക് ചെയ്യാനോ നടന്നു പോകാനോ പറ്റാത്ത രീതിയിലാണ് മുക്കോല ജംഗ്ഷൻ ഇപ്പം, വിഴിഞ്ഞം, മുല്ലൂര്. ഇത് ഒഴിവാക്കാൻ അടിയന്തരമായി കണക്ടിവിറ്റി റോഡ് പൂർത്തിയാക്കിയതിന് ശേഷം സെക്കൻഡ് ഫേസ് ആരംഭിക്കുക. അതല്ലെങ്കിൽ ജനകീയ സമിതി രൂപീകരിച്ച് ഞങ്ങൾ ഈ ഗുഡ്സ് വാഹനങ്ങളെ ചെറുക്കും. ഇന്നലെ ഈ അനന്തുവിൻ്റെ മരണം നടന്നത് അദാനി പോർട്ടിലേക്ക് അദാനി പോർട്ടല്ല, വിഴിഞ്ഞം സീ പോർട്ടിലേക്ക് കല്ല് കൊണ്ടുപോകുന്ന ട്രക്കിൽ നിന്ന് കല്ല് തെറിച്ചു വീണാണ് ഈ ദുരന്തം ഉണ്ടായത്. ഈ തെറിച്ചു വീഴാൻ കാരണമെന്ന് പറയുന്നത് അനുവദനീയമായിട്ടുള്ള കപ്പാസിറ്റിയേക്കാൾ ഇപ്പോൾ 20 ടണ്ണാണ് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുള്ളതെങ്കിൽ അവർ അമിത ലാഭം കിട്ടുന്നതിന് വേണ്ടി 35 ടണ്ണും 40 ടണ്ണും ഈ വണ്ടിയിലേക്ക് കയറ്റുന്ന പ്രവണതയുണ്ട്. ഇത് മുമ്പ് കല്ല് ഇതേപോലെ വീണ് അപകടമുണ്ടായപ്പോൾ ഞങ്ങൾ ഈ അദാനി പോർട്ടിനകത്തുള്ള ഉദ്യോഗസ്ഥരെ അതിൻ്റെ അധികാരികളെ അറിയിച്ചിട്ടുള്ളവരാണ്. പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ ഞാനടക്കം അറിയിച്ചിട്ടുള്ളവരാണ്. അറിയിച്ചിട്ട് അവർ വിലക്കെടുത്തില്ല. മുഖവിലക്കെടുക്കാത്തതിൻ്റെ കാരണമാണ് ഇന്നലെ ഈ മരണത്തിലൂടെ രക്തസാക്ഷിയായ ആ കുഞ്ഞ്, ഞങ്ങളുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട കുഞ്ഞ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട. അപ്പോൾ ഇതിനെതിരെ പരാതി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പരാതി മുമ്പ് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ അദാനി പോർട്ടിലെ വാഹനങ്ങളുടെ അമിതമായ സ്പീഡ് കാരണം ഈ അടുത്ത സമയത്ത് വിഴിഞ്ഞം ജംഗ്ഷനിലെ ഒരു ടീച്ചറുടെ കാല് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. വണ്ടി കയറി ഇറങ്ങി. അത്തരത്തിലുള്ള നിരവധി അപകടങ്ങളും മരണങ്ങളും ഉണ്ടായതാണ്. അവർക്കതൊരു വിഷയമല്ല. ഇത് സർക്കാരിന്റെ മുമ്പിൽ എത്തിച്ചില്ലേ ഈ പരാതി? നമുക്ക് എത്തിക്കാൻ കഴിയുന്നത് ഈ അധികാരികളെയല്ലേ അറിയിക്കാൻ കഴിയുള്ളൂ. ഈ അദാനി പോർട്ടിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും അതിന് MD അങ്ങനെയുള്ളവരെയാണ് അറിയിക്കുന്നത്. അവര് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞങ്ങളിത് വളരെ ശ്രദ്ധിക്കാം, വളരെ നോക്കിക്കൊള്ളാം എന്ന് പറയും. അത് പിന്നെ ഒരു 1-2 ദിവസത്തേക്ക് ഉണ്ടാവും. അത് കഴിയുമ്പോൾ അവർ ലൂസ് ചെയ്യും. നഷ്ടമായിരിക്കുന്ന ഭാവിയിലെ ഡോക്ടറാണ് നഷ്ടമാക്കിയിരിക്കുന്നത്. നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ വലിയ ഒരു അത്താണി, ആ കുടുംബത്തിന്റെ ഒരു വലിയ പ്രതീക്ഷ. ഒരു പാവപ്പെട്ട കുടുംബം, അമ്മയാണെങ്കിൽ രോഗി, അച്ഛൻ വളരെ കാലമായി ഗൾഫിലാണെങ്കിലും ഈ അടുത്ത 1 മാസം മുമ്പേ അദ്ദേഹവും സ്ട്രോക്ക് വന്ന് വലിയ ബുദ്ധിമുട്ടായിട്ട് കഴിയുന്ന ഒരു കുടുംബം. അവരുടെ ഏക പ്രതീക്ഷയാണ് ഒരു ഡോക്ടർ എന്നുള്ളത്. എന്തുമാത്രം ലോൺ എടുത്തും കഷ്ടപ്പെട്ടുമാണ് അവർ ഇതുവരെ പഠിപ്പിച്ചു കൊണ്ടെത്തിച്ചതെന്നറിയോ? അവർക്ക് നിസ്സാരം. അവരിന്ന് ഈ മരണം നടന്നിട്ട് ഒരു റീത്ത് വയ്ക്കാൻ പോലും അദാനി എന്ന് പറയുന്ന അവരുടെ ആൾക്കാരോ ആരും തന്നെ വന്ന് തയ്യാറായില്ല. ഒരു അനുശോചന കത്ത് അവിടെ എത്തിക്കാനോ അല്ലെങ്കിൽ ഒരു അനുശോചനം അറിയിക്കാൻ പോലും കഴിയാത്ത ഒരു ഭീകരതയാണ് അവരുടെ ഭാഗത്തുള്ളത്. നാട്ടുകാരുടെ പ്രതിഷേധം എങ്ങനെയാണ്? നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്, മനസ്സിൽ പ്രതിഷേധമുണ്ട്. അത് ഏത് രീതിയിലാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാലക്രമേണ കാണേണ്ടിയിരിക്കുന്നു. ഇവിടെ
നമ്മളും പടാവും. വൈകിട്ട് വരിയുണ്ട്.
ഇല്ലല്ല പ്രായം കൂടി വിടരുത്